ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്മസിൻ്റെ ദിനങ്ങളാണല്ലോ കഴിഞ്ഞ ദിവസങ്ങൾ. നമുക്ക് അതിൻ്റെ സാന്നിധ്യം പല നിലകളിലും എല്ലാവരും അറിയുവാനും അനുഭവിപ്പാനും ഇടയായി തീർന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ദോഷമൊന്നും ചെയ്യാതെ, ആപത്തുകൾ അനർത്ഥങ്ങളൊന്നും വരാതെ സമാധാന സന്തോഷകരമായ അനുഭവത്തിൽ ജീവിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ. ദൈവം അതിനായിട്ട് എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവവചന ചിന്ത ദാനിയേലിനെ കുറിച്ചാണ്. ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും അതിൻ്റെ 17-ാമത്തെ വാക്യം ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരം ഉണർത്തിച്ചത്: ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, സമ്മാനങ്ങൾ മറ്റൊരുത്തിന് കൊടുത്താലും എഴുത്ത് ഞാൻ രാജാവിനെ വായിച്ച് കേൾപ്പിച്ച് അർത്ഥം ബോധിപ്പിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ദാനിയേലിൻ്റെ മേലുണ്ടായിരുന്നു. ദാനിയേലിന് കഴിയാത്തതായ ഒരു കാര്യങ്ങളുമില്ല. പിടിക്കപ്പെട്ടവനായി, അടിമയായി വേറൊരു ദേശത്ത് വന്നിരിക്കുകയാണ്. അപ്പനോ അമ്മയോ സഹോദരങ്ങളോ കൂടെ വരാനുള്ള സഭയോ സഭയിലെ മൂപ്പന്മാരോ ആരും തന്നെ തൻ്റെ കൂടെയില്ല. തന്നെ സഹായിപ്പാനില്ല. തനിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാനും പ്രാർത്ഥിക്കാനും ആളില്ല. അങ്ങനെ ഇരിക്കവേ ഭയപ്പെട്ട് ഭീതിപ്പെട്ട് ദൈവത്തെയും തള്ളിപ്പറഞ്ഞ് പരിശുദ്ധാത്മാവിനെയും തള്ളിപ്പറഞ്ഞ് ഒക്കെ ജീവിക്കാമായിരുന്നു. വേണമെങ്കിൽ അവിടുത്തെ ഭാഷ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ആ രാജ്യത്തിൻ്റെ രാജാവ് ഭക്ഷിക്കുന്ന ഭക്ഷണവും ഭോജനവും അതിൻ്റെ പാനീയമൊക്കെ കുടിച്ച് തനിക്കും ജീവിക്കാമായിരുന്നു. പക്ഷേ അതെല്ലാം വിട്ടിട്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ദാനിയേൽ ഉറപ്പും ധൈര്യമുള്ളവനായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. അതുകൊണ്ടാണ് രാജാവിനെ ആ എഴുത്ത് വായിച്ച് കേൾപ്പിച്ച് അർത്ഥം ബോധിപ്പിക്കാമെന്ന് പറയുവാനിടയായി. അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ ബെൽശസ്സറിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു. അവൻ രാജ്യത്തിലെ 3-ാമനായി വാഴുമെന്ന് ദാനിയേലിനെ കുറിച്ച് പ്രസിദ്ധമാക്കുവായി എന്ന് നാം വായിക്കുന്നു. BC 538 ബാബിലോൺ രാജാവായ ബെൽശസ്സർ കൊല്ലപ്പെട്ടതിന് ശേഷം 2-ാമത്തെ രാജ്യമായ മേദ്യ പാർസിയുടെ 1-ാമത്തെ രാജാവായ ദാരിയാവേശ് തൻ്റെ ഭരണത്തിന് ചില പരിഷ്കാരങ്ങൾ വരുത്തി എന്ന് നാം വായിക്കുന്നു. 120 ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിച്ചു. ഇതിൽ ഒരുവനായിരുന്നല്ലോ ദാനിയേൽ. ദാനിയേൽ ദേശാധിപതിമാരിലും അധ്യക്ഷന്മാരിലും വിശിഷ്ടനായി വിളങ്ങി എന്ന് നാം ദൈവവചനത്തിലൂടെ വായിച്ചു മനസ്സിലാക്കും. അതുകൊണ്ട് രാജാവ് എന്തു ചെയ്തു? ദാനിയേലിനെ സർവ്വരാജ്യത്തിനും അധികാരിയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ദാനിയേലിനെ അധികാരിയാക്കുവാനും വിചാരിച്ചു. അപ്പോഴാണ് ദേശാധിപതിമാരും അധ്യക്ഷന്മാരും, അതായത് ഇതറിഞ്ഞ അധികാരികൾ ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ ആലോചന ആരംഭിച്ചു. അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്, ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ യെരൂശലേമിന് നേരെയുള്ള കിളിവാതിലുകൾ തുറന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനയാണ് അവർക്ക് ദോഷമായി കാരണം കണ്ടെത്തുവാൻ ഇടയായത്. 13-ാമത്തെ വാക്യത്തിൽ, അടിമയായി കൊണ്ടുവന്നവൻ തങ്ങളെക്കാൾ ശ്രേഷ്ഠനായി അവരെ ഭരിക്കുന്നതിനാൽ അവർക്ക് വല്ലാത്ത പ്രയാസവും അസൂയയും ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി. ഇപ്പോൾ ദാനിയേലിനെ കെണിയിൽ അകപ്പെടുത്തുവാൻ ആരാധനാകാര്യത്തിലല്ലാതെ
യാതൊരു കാരണവും അവനെതിരെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവർക്കറിയാം. അപ്പം അങ്ങനെ കഴിയത്തില്ലെന്നുള്ളത് അറിയാമെന്നത് കൊണ്ടാണ് അവർ ഗൂഢാലോചനയായിട്ട് ചെയ്യുവാനിടയായത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ദാനിയേൽ അത്രമാത്രം സത്യസന്ധനും നേരുള്ളവനുമാണെന്നേ, കൈക്കൂലി വാങ്ങാത്തവനാണ്. അങ്ങനെയുള്ള ഒരു നീതിമാൻ നിഷ്കളങ്കനുമായിരിക്കുന്ന, ഉപദേശ വിഷയത്തിൽ വിശുദ്ധനായിരിക്കുന്ന ദാനിയേലിനെ എങ്ങനെങ്കിലും അകപ്പെടുത്തുക പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ അവൻ്റെ പ്രാർത്ഥനയാണ് അവർക്ക് കണ്ടുകിട്ടുവാനിടയായത്. അങ്ങനെ ദാനിയേലിനെ മഹാരാജാവിൻ്റെ ആലോചന നിരസിച്ചുകൊണ്ട് ദാനിയേൽ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദാനിയേലിനെ കൊണ്ട് എന്ത് ചെയ്തു? ദാനിയേലിനെ ഇല്ലായ്മയാക്കുവാൻ അവരാലോചന ഇട്ടു. രാജാവിൻ്റെ ഇന്ന് മുദ്രം കൊണ്ടുള്ളതായ ഒരു അറിയിപ്പ് എന്ന കത്ത് കിട്ടി. ആ കത്ത് ദാനിയേലിന് കിട്ടും. ദാനിയേൽ അത് വായിക്കുന്നു. സ്വന്തം മരണവാർത്ത വായിച്ചറിഞ്ഞ വ്യക്തിയാണ് ദാനിയേൽ. എന്നിട്ടും പതറിയില്ല. ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം വിടിവിക്കുമെന്നവനാണെന്നും ദൈവം എന്നെ സഹായിക്കുമെന്നും ദാനിയേലിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സിംഹക്കുഴിയിലിട്ടപ്പോഴും ദൈവത്തിൻ്റെ ദാസനെ സംരക്ഷിക്കുവാൻ ദൂതൻ അവിടെ ഇറങ്ങി സിംഹങ്ങളെ വായടച്ചു. അങ്ങനെ രാജാവ് പിറ്റേ ദിവസം വെളുപ്പിനെ ചോദിക്കുമ്പോൾ, ദാനിയേലേ, നിൻ്റെ ദൈവം നിന്നെ രക്ഷിപ്പാൻ കഴിയുള്ളവനായിരുന്നു. അങ്ങനെ രാജാവിനുള്ള മറുപടി പറഞ്ഞ് രാജാവ് അവനെ എഴുന്നേൽപ്പിച്ചു. പുറത്തു കൊണ്ടുവരുമ്പോൾ അവനെ കുറ്റം വിധിച്ച് തള്ളിയവരെ മുഴുവനുമായി കുടുംബസമേതം സിംഹങ്ങൾക്ക് ഇട്ടുകൊടുത്തും നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നല്ലവനായിട്ടുണ്ട്. ഈ ദൈവത്തെ നമുക്കെങ്ങനെ സേവിക്കാം? സത്യസന്ധരായും നേരുള്ളവരായും കൈക്കൂലി വാങ്ങാത്തവരായും ഏഷണി പറയാത്തവരായും നിഷ്കളങ്കരായി നീതിമാനായി നമുക്കെന്ത് ചെയ്യാം? നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്നത്തെ ദിവസം അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ദാനിയേലിനെ പോലെ വിശ്വസ്തയോടും വിശുദ്ധിയോടും സത്യസന്ധതയോടും നേരുള്ളവർ ഒരു ജീവിതം നയിപ്പാൻ, നീതിമാനായ നിഷ്കളങ്കനായിരിക്കാനൊക്കെ ഞങ്ങളെ സഹായിക്കണേ. കൃപ കൊണ്ടിരിക്കണം. മഹത്വം കൊടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.